എന്താ ഉർവശി? എന്റെ ചന്ദ്രേട്ടാ, ഇതെന്ത് പോക്കാ നിങ്ങള്? നിങ്ങൾക്ക് തിരിച്ചു വരാൻ ഉദ്ദേശമൊന്നുമില്ലേ? ഞാൻ പറഞ്ഞില്ലേ നിന്നോട്, നിലനിൽപ്പിനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടേ തിരിച്ചു വരുമെന്ന്. കണിമംഗലത്ത് നമ്മൾ എത്ര നാളുണ്ടാവുമെന്ന് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. എന്നാ കണിമംഗലത്ത് സ്ഥിരമായി നിൽക്കാനും കണിമംഗലം സ്വന്തമാക്കാനും ഞാനൊരു മാർഗം പറഞ്ഞു തരട്ടെ. എന്താ? ഈ കാര്യത്തിൽ എനിക്ക് ഒരു തീരുമാനം എടുക്കാനുള്ളൂ. ഇവർ രണ്ടുപേരും ഈ കണിമംഗലത്ത് വേണ്ട. പരമേശ്വര, കാര്യങ്ങളുടെ യാഥാർത്ഥ്യം എന്താണെന്നറിയാതെ നീ ഈ കാര്യത്തില് ഒരു തീരുമാനം എടുക്കരുത്. ഇതിൽ കൂടുതൽ എന്ത് യാഥാർത്ഥ്യമേ ഞാൻ അറിയേണ്ടത്? അറിയണം, അറിഞ്ഞേ പറ്റൂ. എസ്റ്റേറ്റിൽ നിന്ന് വന്നപ്പോ നിന്നോട് ഞാൻ പറഞ്ഞില്ലേ, വരുണിന്റെ നഷ്ടബോധത്തിന്റെ കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാമെന്ന്. അതിതാണ്. ഇന്നല്ല, പ്രിയങ്കയുടെയും വരുണിന്റെയും വിവാഹത്തിന് മുൻപേ പരസ്പരം ഇഷ്ടപ്പെട്ട് തുടങ്ങിയതാ ഇവര്. അമ്മേ, ഈ കാര്യം നിനക്കറിയാം, ഈ നിൽക്കുന്ന ഉർവശിക്കറിയാം. എന്തിന് ഈ നിൽക്കുന്ന രണ്ടുപേരെ ഒന്നിച്ച് കണ്ടു എന്ന് പറയുന്ന പ്രിയങ്കയില്ലേ, അവൾക്ക് വ്യക്തമായിട്ട് അറിയാം. രാധിക ഇനി കണിമംഗലത്ത് വേണ്ട. ഇവളെ ആറ്റുവശ്ശേരി കൊണ്ടുവന്നാക്കട്ടെ, എന്നിട്ട് വരുൺ ഇവിടെ നിൽക്കട്ടെ. അമ്മേ, ഈ കാര്യത്തിൽ ഞാൻ തോറ്റു തരില്ല. കാരണം ഞാൻ തോറ്റാലുണ്ടല്ലോ, ഈ പാവപ്പെട്ട പെൺകുട്ടിയാ അതോടൊപ്പം തോൽക്കുന്നത്.